നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയാവുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം, അതായത് മുല്ലപ്പെരിയാറിലെ നീരൊഴുക്കിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മുല്ലപ്പെരിയാറിന്റെ പരമാവധി ജലനിരപ്പിന്റെ ഒരു അളവ് വർദ്ധിപ്പിക്കും എന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കേരളം അതിശക്തമായി തന്നെയാണ് ആഞ്ഞടിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ സംസ്ഥാനം പ്രതിഷേധം അറിയിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കാരണവശാലും ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസൺ ജോസഫ് പറഞ്ഞു. ഡാമിന്റെ സുരക്ഷ പ്രധാന വിഷയമാണ്. ജലനിരപ്പ് 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിനെതിരെ കോടതിയിൽ പോകുന്നതടക്കം പരിഗണിക്കുമെന്നും ഔദ്യോഗികമായി തമിഴ്നാടിനെ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്ന വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായി ഒഡീഷ ജലവിഭവ വകുപ്പ് മന്ത്രി സ്പെഷ്യൽ സെക്രട്ടറി അശുതോഷ് ഡാഷിനെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിലുള്ള കരാറുകൾ, ട്രിബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തണമെന്ന് പ്രഖ്യാപനമുണ്ട്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന വേഗധാതു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നത് ഉൾപ്പെടെ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവയ്ക്കൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കാൻ ഗോദാവരി കാവേരി നദീബന്ധ പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കാകും സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴക്കെടുതിയിൽ 2 രക്ഷാപ്രവർത്തകർ അടക്കം ഇതുവരെ 28 പേർ ജീവൻ നഷ്ടമായി. 3 പേരെ കാണാതായിട്ടുണ്ട്. ദുരിതത്തിൽ സംസ്ഥാനത്ത് ആകെ 58 വീടുകൾ പൂർണ്ണമായും 687 വീടുകൾ ഭാഗികമായും തകർന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മധ്യ കേരളത്തിൽ ദുരിതം ഒഴിയാതെ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് മേഖലകളിലും അപ്പർ കുട്ടനാട്, തിരുവല്ല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. 500ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 27,000-ഓളം ആളുകളാണ് വീടുകളിലേക്ക് മടങ്ങാനാവാതെ കഴിയുന്നത്. AC റോഡ്, MC റോഡ്, തിരുവല്ല അമ്പലപ്പുഴ റോഡ്, തിരുവല്ല കായംകുളം റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടെങ്കിലും ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം പമ്പാ നദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പത്തനംതിട്ട ജില്ലയിലെ പ്രളയഭീതിക്ക് ശമനമായിട്ടുണ്ട്. മിക്കയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയതിനെ തുടർന്ന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായത് കുട്ടനാടൻ മേഖലയെ വീണ്ടും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ കൂടുതൽ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാത്തതാണ് കുട്ടനാട്ടിലെ പ്രളയസ്ഥിതി സങ്കീർണമാകുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കിടങ്ങറിയിലും മൊങ്കമ്പിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. അതേസമയം എറണാകുളം ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 57 പേർ താമസിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. 21 കുടുംബങ്ങളായാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. 20 പുരുഷന്മാരും 27 സ്ത്രീകളും 10 കുട്ടികളും ആണ് ഉള്ളത്. ഇതിൽ 12 പേർ വയോജനങ്ങളാണ്. കോതമംഗലം, കുന്നത്തുനാട് താലൂക്കുകളിൽ 2 വീതവും മൂവാറ്റുപുഴയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതേസമയം ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്തു. തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സഞ്ചരിക്കാൻ തഹസിൽദാർ തെരഞ്ഞെടുത്തത് ടിപ്പർ ലോറിയാണ്. തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജാണ് 5 ദിവസം ഔദ്യോഗിക വാഹനമായി ടിപ്പർ ഉപയോഗിച്ചത്. ചെങ്ങന്നൂർ ചിങ്ങവനം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനും ഭൂമി ഏറ്റെടുക്കലിനുമായി ബന്ധപ്പെട്ട കേസിൽ തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനമായ ജീപ്പും ഓഫീസും 2 ആഴ്ച ജപ്തി ചെയ്തിരിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിന് ഏറ്റെടുത്ത ഭൂമിക്ക് ലഭിച്ച നഷ്ടപരിഹാരം കുറവാണെന്നും പരാതിയിൽ തിരുവല്ല സബ് കോടതിയാണ് ജപ്തിക്ക് ഉത്തരവിട്ടത്. അന്ന് ഭൂമി ഏറ്റെടുത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പായിരുന്നു. തഹസിൽദാരുടെ ഓഫീസിലെ ഉപകരണങ്ങളും ജപ്തി ചെയ്തിരുന്നു. തിരുവല്ലയിലെ വെള്ളം ഇറങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്നലെയോടെ ടിപ്പറിന്റെ ഓട്ടം അവസാനിപ്പിച്ചു. നാടെങ്ങും മഴക്കെടുതി ദുരിതം അനുഭവിക്കുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായങ്ങൾക്കായി അപേക്ഷിക്കേണ്ടത് വില്ലേജ് ഓഫീസ് വഴിയാണ്. വീട് തകരുകയോ മറ്റ് വസ്തുവകകൾ നഷ്ടമാവുകയോ ചെയ്താൽ അതത് വില്ലേജ് ഓഫീസിലെത്തി നിശ്ചിത ഫോർമാറ്റിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകണം. ഇതിനൊപ്പം കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും നൽകണം. തുടർന്ന് വില്ലേജ് ഓഫീസ് ഇത് പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കൈമാറും. പഞ്ചായത്തിലേക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എത്തി നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്തി റിപ്പോർട്ട് തിരികെ വില്ലേജിൽ നൽകുകയും ചെയ്യും. തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ വിവരം ഉൾപ്പെടുത്തി ലാൻഡ് റവന്യൂ വകുപ്പ് പോർട്ടൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കളക്ടറേറ്റിലാണ് ഈ വിവരങ്ങൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നത്. ഇതോടെ നഷ്ടപരിഹാര തുക നേരിട്ട് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും.